ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 10 മണി ആയിട്ടുണ്ട്. 9:56 സമയം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും പാടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതും പാടെ കഴിച്ചിട്ടാണ് ഇറങ്ങി. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട. വണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ക്ലോത്ത് എടുത്തിക്കണം. വെള്ളക്കുപ്പി പിന്നെ ഇന്നലെ വെള്ളം കഴിഞ്ഞിട്ടില്ല. മഴക്കാലല്ലേ, വെള്ളം കൂടി കുറവാണ്. അപ്പോൾ ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. സമയം കറക്റ്റ് 10 മണി ആയിട്ടുണ്ട് കേട്ടോ. 10 മണിയായിരുന്നു, ലേറ്റായി. അല്ലാ, ഫുള്ള് സർജാണല്ലോ ഇപ്പോൾ ട്രിപ്പ് അടിക്കുന്ന. റാപ്പിഡ് ഓൺ ആക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് തോന്നണേ. ഞാൻ ഇപ്പോൾ ക്ലോത്തൊക്കെ നനച്ചോട് നിൽക്കും. ഇന്നലെ ക്ലീൻ ആക്കിയത് ശരിയായില്ല. ഈ ഇതിമൊക്കെ ട്രിപ്പ് അടിച്ച്. പള്ളിമുക്കൊക്കെ 45 മിനിറ്റ്, 374 റുപ്യ. 13 കിലോമീറ്റർ ഉള്ളൂ ഡ്രോപ്പ്. പക്ഷെങ്കിൽ ലോങ് ആണ്. അത് ട്രിപ്പ് ഏതായാലും നമുക്ക് എടുത്തു നോക്കാം. 28 രൂപ വെച്ചിട്ട് കിലോമീറ്ററിനുണ്ട്. നമ്മളെ അത്താണി മുണ്ടമ്പാല റോഡ് കഴിഞ്ഞിട്ട് നാളെ നമ്മളൊരു ഹിന്ദിക്കാരനെ ഫസ്റ്റ് ട്രിപ്പ് എടുത്തല്ലോ, അവിടെ നിന്നാണ് ഇത് സ്പോട്ട്. ഇവിടെ ഫുള്ള് ഹിന്ദിക്കാരൻ്റെ ഒരു സ്പോട്ടാണ് ഈ ഒരു സെൻറ്റർ. അപ്പോൾ ഏതായാലും പോയിട്ട് ആളെ പിക്ക് ചെയ്യട്ടെ ഫസ്റ്റത്തെ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കാൻ സമയമില്ല. കോൾഡ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ജസ്റ്റ് റാപ്പിഡോ ഒക്കെ 9 കിലോമീറ്ററിന് 303 റുപ്യ. മറൈൻ ഡ്രൈവേക്കാണ്. ഞാൻ ജസ്റ്റ് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് റാപ്പിഡോ ഒന്ന് ഓണാക്കിയതാ. സ്പോട്ടിൽ ട്രിപ്പ് അടിച്ചു 303 റുപ്യയുടെ 9 കിലോമീറ്റർ. മറ്റേ 350 അല്ലേ, 400 രൂപയുടെ അടുത്തുണ്ട്. ഓരോ ട്രിപ്പും കംപ്ലീറ്റ് ആവാൻ 1.5 മണിക്കൂർ 1 മണിക്കൂർ എന്തായാലും എടുക്കും. അതാണ് ഇത്ര റേറ്റ് കാണിക്കണത്. റാപ്പിഡോ അടുത്തത് 200 ആയി. ഇങ്ങനത്തെ എടുക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു കേട്ടോ, ഇൻഫോ പാർക്ക് ഒക്കെ. പക്ഷെ പിക്കപ്പ് കൂടുതലാണ്, അതാ പ്രശ്നം. ഞാനേ മറ്റേ ഊബറിന്റെ ട്രിപ്പ് എന്തായാലും എടുക്കണില്ല. റാപ്പിഡോയില് കുറെ ട്രിപ്പ് അടിച്ചു. 220 രൂപയുടെ ട്രിപ്പ് 2 വട്ടം വന്നു. അതിൽ രണ്ടാമത്തേല് 20 രൂപ എക്സ്ട്രീം പാടെ ഇട്ട് 5 കിലോമീറ്റർ ഉള്ളു ഡ്രോപ്പ്. പിക്കപ്പിന് 2 കിലോമീറ്റർ ഉണ്ടാകും. പാടെ കൂട്ടിയാൽ തന്നെ 32 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടുന്നുണ്ട് റാപ്പിഡോ. മറ്റെന്തായാലും 45 മിനിറ്റ് ആണ് കാണിക്കുന്നത് ഡ്രോപ്പ് ചെയ്യാന്. അത് അതിലാറ് സമയം എടുക്കും. മറ്റേ ഇവിടുത്തെ പള്ളിമുക്കാണ്. അപ്പൊ ഞാൻ എന്തായാലും അത് എടുക്കണില്ല. റാപ്പിഡോന്റെ ആളെ പിക്ക് ചെയ്യാൻ പോവാണ്. ഊബർ ഞാൻ ആളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആള് ക്യാൻസൽ ചെയ്യുമായിരിക്കും. ഇനി ചിലപ്പോഴേ ഊബർ ഓൺ ആക്കുള്ളൂ. ഈ ബ്ലോക്ക് തിരക്ക് കഴിഞ്ഞതിന് ശേഷം ഇന്നെന്തായാലും തിരക്ക് കഴിയൂല. ഇതിപ്പോ മറ്റേ ഓണത്തിന്റെ പരിപാടികളായിട്ടായിരിക്കും ഇത്ര തിരക്കുണ്ടാവുക. അപ്പോ ഇന്ന് ഫുള്ള് റാപ്പിഡോ ആക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ബ്ലോക്ക് കഴിയോളട്ടോ. ബ്ലോക്കിന്റെ സമയത്ത് റാപ്പിഡോ ഓടുന്നതായിരിക്കും നല്ലത്. ഊബർ എന്താന്നോ, ഊബർ ചിലപ്പോ ഈ വലിയ ട്രിപ്പ് കിട്ടിയാല് നഷ്ടമാണ്. ഈ ബ്ലോക്കുള്ള സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ട്രിപ്പുകൾ ഓടണമായിരിക്കും നല്ലത്. മിനിമം ചാർജ് കിട്ടുമല്ലോ. മറ്റത് കുറെ CNG പോകും. അപ്പോ റാപ്പിഡ് ആകുമ്പോ ഇനി വലുത് കിട്ടിയാൽ തന്നെ എടുക്കാന്നാലും കുഴപ്പമില്ല, ഇനി എടുത്തിട്ട് ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല. മറ്റേത് അങ്ങനെയല്ല, അക്സെപ്റ്റ് റേറ്റും മറ്റേ റേറ്റിംഗ് ഒക്കെ നോക്കും. ഇന്ന് വലിയ കുഴപ്പമുണ്ടാവില്ല. ഇന്നിപ്പോ എത്ര ക്യാൻസലേഷൻ റേറ്റ് ഉണ്ടെങ്കിലും ട്രിപ്പ് തരും, കാരണം ആരും എടുക്കാത്തതുകൊണ്ട്. പക്ഷെ നാളെ ഇനി ഒരു ദിവസം ട്രിപ്പ് ഇല്ലാത്തൊരു ദിവസം വരുമ്പോ ആ അക്സെപ്റ്റ് റേറ്റ് ഇല്ലാത്തവന് നോക്കിക്കേണ്ടി വരും, മേലൊക്കെ നോക്കിക്കേണ്ടി വരും. അപ്പൊ ഏതായാലും ഇന്നിപ്പോ നമുക്ക് റാപ്പിഡോ മതി. നമ്മള് അത് ഡ്രോപ്പ് ചെയ്തിട്ടോ. ആ പോകുന്ന കസ്റ്റമറാണ്. മഴയൊക്കെ ആകുമ്പോ എന്തായാലും അതിനുള്ളിലേക്ക് കയറലുണ്ട്. വേൾഡ് ട്രേഡ് സെന്ററിലേക്കാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോ ഞാനോട് കയറാൻ നിൽക്കുന്നു. അപ്പൊ ആളിവിടെ ഫുട്പാത്ത് മതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിർത്തിയിട്ടുണ്ട്. ഡ്രോപ്പ് ചെയ്തു. നമ്മളെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്. വേഗം റീചാർജ് ചെയ്യട്ടെ, അതായിരിക്കും ട്രിപ്പ് അടിക്കാത്തത്. 266 രൂപ കിട്ടിട്ടോ. 220 ആയിരുന്നു വന്നപ്പോ ഉണ്ടായിരുന്നത്. അല്ല, 240 തോന്നുന്നുണ്ട്. പിന്നെന്ത് 20 രൂപ എന്തോ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു ആരും എടുക്കാത്തതുകൊണ്ട്. അപ്പൊ വേഗം റീചാർജ് ചെയ്യട്ടെ. 69 ചെയ്യാം. എന്നും ചെയ്യണേ. 81 രൂപയുടെ ഊബർ ഞാൻ ഓഫ്ലൈൻ ആക്കി. വരുന്ന വഴിക്ക് നല്ല സർജാക്ക് ആക്കനാട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഓൺലൈനാക്കാൻ പറഞ്ഞാണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഞാനത് ഓൺലൈനാക്കിയിട്ടില്ല. ഭയങ്കര സർജ, ഫുൾ സർജാണ്. അപ്പോ റാപ്പിഡോ റീചാർജ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഊപ്സ് ആണല്ലോ കാണിക്കുന്നത്. അത് ഇടയ്ക്ക് ഇങ്ങനെ ഊപ്സ് കാണിക്കലുണ്ട്. അപ്പോൾ അത് റെഡി ആയിക്കോളും. അതൊന്ന് റെഡിയായി. ഓക്കെ, അപ്പോൾ ഇനി ട്രിപ്പ് അടിക്കട്ടെ. ഇന്ന് നമ്മള് നേരത്തെ ഇറങ്ങണമായിരുന്നു. ഈ ബ്ലോക്ക് ആവണതിന്റെ മുമ്പ് നമുക്ക് അപ്പം തന്നെ ഒരു 3-4 ട്രിപ്പ് എടുത്തിക്കണി നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഞാൻ കരുതിയില്ല. പിന്നെ ഇപ്പം എന്താ ട്രിപ്പ് അടിക്കണമില്ലേ, ഒക്കെ കഴിഞ്ഞോ, സർജറി കഴിഞ്ഞോ. ഇനിയിപ്പോൾ ഊബർ ഓണാക്കി കഴിഞ്ഞാൽ അതിലടിച്ചതിന് ശേഷമൊക്കെ ഇതിലടിക്കുക. അതാണ് പ്രശ്നം. നമുക്ക് എന്തായാലും ഇൻഫോ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങണ്ട. ഇവിടുന്ന് എന്തായാലും ട്രിപ്പ് അടിക്കും. ഇടച്ചിറക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്. ആകെ 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ബ്ലോക്ക് ഉണ്ടാവും,
പിന്നെ അതിനുള്ള ഫെയർ കിട്ടും. അപ്പോൾ നമുക്ക് ഇൻഫോ പാർക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വല്ല പോയോക്കാം. ഈ ട്രിപ്പ് നമുക്ക് അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ 49 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 4.56 കിലോമീറ്റർ ഓടാൻ 49 മിനിറ്റ് എടുത്ത്. അപ്പോൾ പള്ളിമുക്കൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അവിടേക്ക് 13 കിലോമീറ്റർ ആയിരുന്നു. അത് വന്നപ്പോഴേ 49 മിനിറ്റ് കാണിച്ച. അതിൻ്റെ സമയമായിപ്പോൾ ഇതിന് ഇൻഫോ പാർക്ക് പിന്നെ ഓൾറെഡി എന്നും തിരക്കുള്ളതുകൊണ്ട് മറ്റേത് നഷ്ടമാവാൻ ചാൻസ് ഇല്ല എന്തായാലും. കാരണം അതിപ്പോഴും നമ്മളവിടെ എത്തിയിട്ടുണ്ടാവില്ല. 13 കിലോമീറ്റർ ഉണ്ട്. അത് മെയിൻ ജംഗ്ഷൻ വഴിയൊക്കെയാണ് പോകുന്നത്. പള്ളിമുക്കല്ലേ, ആ മെട്രോ വർക്കിൻ്റെ കൂടെയൊക്കെ പോകേണ്ടി വരും. എന്തായാലും ഇനി ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നമുക്കിപ്പോൾ ഒരു യാത്രയിൽ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 120 രൂപയുടെ. പിക്കപ്പ് 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 1.56 കിലോമീറ്ററാണ് ഡ്രോപ്പ് ഉള്ളത്. 120 റുപ്യ കിട്ടും. അല്ല, പിക്കപ്പ് 1.7 ഡ്രോപ്പ് 1.56. ഇവിടെ കണ്ടോ, ഇവിടെ മെട്രോൻ്റെ തൂണിൻ്റെ മേലെ ഈ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ ഫസ്റ്റ് കംപ്ലീറ്റ് ആവണേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പെട്ടെന്ന് റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. ഈ ട്രിപ്പ് എനിക്ക് ആദ്യം വന്നു, ഞാൻ ക്ലോസ് ചെയ്തു. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അത് ഞാൻ ക്യാൻസൽ ചെയ്ത ഉടനെ നമുക്ക് റാപ്പിഡോയിലൊരു 1 കിലോമീറ്റർ പിക്കപ്പും 1 കിലോമീറ്റർ ഡ്രോപ്പും 170 രൂപയുടെ ട്രിപ്പാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഒരു രേഷ്മ എടച്ചിറന്നാണ്. അപ്പോൾ ഇനി 900 മീറ്ററും കൂടി ഉള്ളൂ. മറ്റേത് 12 കിലോമീറ്റർ ഉണ്ട്. യാത്രയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 254 രൂപയുടെ. അതൊക്കെ നഷ്ടമാണ്. കാരണം സൗത്ത് വരെയൊക്കെ എത്താനല്ല. അതിപ്പോൾ നേരത്തെ നമുക്ക് ഊബറിൽ അടിച്ചല്ലോ 370 രൂപ. സൗത്തും പള്ളിമുക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ 250 റുപ്യക്ക് സൗത്ത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാവും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ട്രിപ്പുകളോടാ റാപ്പിഡോ യാത്ര. ഊബർ ഓഫ് ചെയ്തിട്ട് കേട്ടോ. കാരണം യാത്രയിൽ റാപ്പിഡോയിൽ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്യാമല്ലോ. ഊബർ ആ പരിപാടി നടക്കൂല. അതുകൊണ്ട് അത് ഓഫാക്കിയിട്ട് കാണും. ഫുള്ള് സർജാണ് ഊബറിൽ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഏതായാലും ഇയാളെ പിക്ക് ഇത് ഇൻഫോ പാർക്കൊക്കെ തോന്നുന്നുണ്ട്. 1 കിലോമീറ്റർ ഉള്ളൂ ഡ്രോപ്പ് ഉള്ളത്. മറ്റേ ട്രിപ്പേ ഒന്നും കൂടി ബൂസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, 20 രൂപ ടിപ്പ് എന്ന് കണ്ട് യാത്രയിലുണ്ടോ. യാത്രയിൽ റാപ്പിഡോയിൽ ഇങ്ങനെ കൂട്ടും 274 രൂപ. നമുക്ക് യാത്ര കുറച്ച് നേരം ഓഫ്ലൈൻ ആക്കിയിടാം. വെറുതെ ഇങ്ങനെ ട്രിപ്പ് അടിയണ്ടല്ലോ. റാപ്പിഡോ ഞാൻ ഇതുവരെ ഓഫാക്കിയിട്ടേക്കായിരുന്നു. കാരണം ഇങ്ങനെ കൂടുതൽ വരുമ്പോൾ ചിലപ്പോൾ അക്കൗണ്ടിന് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ ഓരോ ട്രിപ്പ് കഴിയുമ്പോൾ ഓണാക്കാം. ഇതൊക്കെയാണ് ബ്ലോക്ക് ആവുന്നത്. ഈ വൈറ്റ് വണ്ടി കണ്ടോ, ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റോട്ടിൽ നിന്നാണ് വന്നത്. ആ റോട്ടിൽ നിന്ന് ഈ റോട്ടിൽ നമുക്ക് കയറാൻ പറ്റില്ല. അവിടെ ഈ റോഡ് വരുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് 1 വേ ആണ്. കണ്ടോ, ഇവിടെ ഒരു ബോർഡും ഉണ്ട്, നോ റൈറ്റ്. അപ്പോൾ ഈ ഇനി വരുന്നുണ്ട് ടാക്സികൾ. ഈ ഒരു ബ്ലോക്ക് സമയത്തൊക്കെ ആൾക്കാർ അതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ബ്ലോക്ക്. കാരണം ഇവിടെ കയറ്റം കയറിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഈ വാഗനർ നിർത്തി കൊടുത്തത്. എന്നാലേ മറ്റേ വണ്ടി ഇവിടെ ക്രോസ് ചെയ്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. ലെഫ്റ്റിക്ക് ഓക്കെ, ഈ മേലക്കും ഒക്കെ കയറി പോകാൻ പറ്റും. റൈറ്റിക്ക് നോ എൻട്രി ആണ് അവിടെ. അത് അവിടെ ആ റോഡ് കയറി വരുമ്പോൾ തന്നെ അവിടെ ബോർഡും ഉണ്ട്. ഞാൻ നാളെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോർഡ് കണ്ടപ്പോൾ ഒടിച്ച് പോയി. കാരണം ചിലപ്പോൾ ബ്ലോക്ക് ആവും. ഇതിപ്പോൾ ഇത്രയും ബ്ലോക്ക് ഉണ്ടോ, ഇത്രയും ക്യൂ നിൽക്കണം. അതിൻ്റെ ഇടയിലാണ് അങ്ങനെയൊക്കെ കയറി വരുന്നത്. അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ബ്ലോക്ക് ഉണ്ടാവണം. ഓരോരോ പൊട്ടന്മാരാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ റോഡും മോശമാണ്, ബ്ലോക്ക് ഫുള്ള് ബ്ലോക്ക്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോരോ വണ്ടികൾ വന്നിട്ട് കൊനഷ്ടം ഉണ്ടാക്കാനായിട്ട് വരും. കസ്റ്റമറോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് 8 മിനിറ്റ് ആവെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ കസ്റ്റമറോട് 10 മിനിറ്റ് പറഞ്ഞാലും 15 മിനിറ്റ് പറഞ്ഞാലും ഓരോ ഓക്കെ എന്ന് പറയും. കാരണം വേറെ വണ്ടികൾ കിട്ടാനില്ല. ഇതിപ്പോൾ റാപ്പിഡോയിൽ സാധാരണ നമുക്ക് വരുമ്പോൾ 2-3 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവലുണ്ട് പിക്കപ്പ് യാത്രയിലും. ഇതിപ്പോൾ പിക്കപ്പ് 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇത് ലാഭമായിക്കോണം. ഇതെന്തായാലും 170 രൂപയുടെ ട്രിപ്പാട്ടോ. നല്ല ലാഭം ഉണ്ടാവും. 1.5 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവുള്ളൂ ഡ്രോപ്പ്. നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് സ്മാർട്ട് സിറ്റിക്കായിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ട്. 153 ആയിരുന്നു. അപ്പോൾ ആളെ ഫോണിൽ ചാർജ് ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിൾ പേയിൽ മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു. 30 മിനിറ്റ് എടുത്തിട്ടോ. കറക്റ്റ് 1/2 മണിക്കൂർ. 1.93 കിലോമീറ്ററിന്. അപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട്. 190 രൂപ ആയിട്ടുണ്ട്. റാപ്പിഡോയിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പൈസ കൂടും. ബ്ലോക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഊബറിൽ ഒന്നും കിട്ടൂല. അപ്പോൾ ആൾ ബാക്കി 17 രൂപയും കൂടി അയച്ചിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. യാത്ര ഓണാക്കട്ടെ. ഊബറിന് ഇപ്പം അല്ല, ഇപ്പോൾ യാത്ര റാപ്പിഡോ. ഇന്ന് നമ്മൾ ആകെ ബിയിൽ 16.4 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റാപ്പിഡോയിൽ 456 രൂപക്ക് ഓടി. പിന്നെ യാത്രയിൽ ഒരു 150 രൂപക്കും. കിലോമീറ്റർ കുറവാണ്, പക്ഷെ സമയം നല്ല സമയം എടുക്കുന്നുണ്ട്. 3/4 മണിക്കൂറും. ഇപ്പോൾ ഇതിന് കണ്ടില്ല, ആകെ 2 കിലോമീറ്റർ ഉള്ളൂ. 2 കിലോമീറ്ററിന് ശരിക്കും 4 മിനിറ്റ് മതി. ആ സ്ഥാനത്താണ് 30 മിനിറ്റ് എടുത്തത്. വണ്ടി നീങ്ങണേ ഇല്ല. സമയം 1 മണിയായിട്ടോ. ഞാനിവിടെ സ്മാർട്ട് സിറ്റിൻ്റെ അവിടെ പുറത്തിറങ്ങണ അവിടെ
പാർക്ക് ചെയ്ത് വെച്ചിക്കാണ്. മറ്റോടത്ത് ഇട്ടപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പോകാൻ പറഞ്ഞു. അപ്പോൾ 1 മണി ആയിട്ടുണ്ട്. പിന്നെ ഇതുവരെ റാപ്പിഡോയിൽ അടിച്ചിട്ട് റാപ്പിഡോയിലൊന്ന് അടിച്ചു. അത് ആള് 17 മിനിറ്റ് കണ്ടപ്പോൾ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ ആണ്. പിന്നെ വേറെ ഇതിലും അടിക്കണില്ല. അപ്പം നമുക്ക് ഊബർ ഓൺ ആക്കേണ്ടി വരും. എന്താ അവസ്ഥ എന്നറിയില്ല. സർജ് ഇപ്പോൾ ഇതുവരെ കണ്ടീന്. ഇപ്പോൾ ഓണപ്പ് കണ്ടോ, സർജ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ അവിടെ കൊണ്ടോ വണ്ടികൾ കാണുന്നുണ്ടോ അറിയില്ല. വണ്ടികളുണ്ട് അവിടെ, നീങ്ങണില്ല. അപ്പോൾ നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമേ മാപ്പിൽ നോക്കുമ്പോൾ ബ്ലോക്ക് കാണുന്നില്ല. ആ വാഴക്കാലൊന്നും കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് ഊബർ ഓൺ ആക്കി വെക്കാം. അല്ലെങ്കിൽ ഇവിടെ ഈ നിർത്തങ്ങ നിൽക്കേണ്ടി വരും. നോക്കി നോക്കട്ടെ എന്താ അവസ്ഥ നോക്കി നോക്കട്ടെ. ഇപ്പോൾ സമയം ഇവിടെ 1:19 നമുക്ക് വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഇവിടെ റേഞ്ചിന് ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്കൊന്നെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താ അറിയില്ല, ഇവിടെ റേഞ്ച് തീരെ കിട്ടണില്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒന്ന് വണ്ടി എടുത്ത് അനക്കി നോക്കട്ടെ. ഇപ്പോൾ ഇവിടെ വലിയ ബ്ലോക്കില്ല. നേരത്തെ ഇവിടെയൊക്കെ വണ്ടി അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ബ്ലോക്കൊക്കെ മാറിയിട്ടുണ്ട്. അത് അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി എടുത്ത്. ഇനി കുറച്ചൊന്ന് വണ്ടി ഒന്ന് അനക്കി നോക്കട്ടെ, ചിലപ്പോൾ ട്രിപ്പ് അടിക്കും. ഊബർ നമ്മൾ ഒഴിവാക്കിയെന്ന് തോന്നണേ. നമുക്ക് ട്രിപ്പൊന്നും അടിച്ചില്ല കേട്ടോ. 1:28 ഇപ്പോൾ എക്സ്പ്രസ് വേയിലാണ്. നമ്മൾ നേരെ ആംബിയൻസിൻ്റെ അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കാം. കുറേ വണ്ടികൾ ടാക്സി വണ്ടികളവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ടാണോ ബ്ലോക്ക് ആയിട്ടാണോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് വീണ്ടും അടിയിൽ തുടങ്ങും. ഇൻഫോ പാർക്കിൽ നിന്ന് ആ കയറിയവരൊക്കെ ഇറങ്ങാണ്ടാവുമല്ലോ. ഊബറിൽ വന്നവരൊക്കെ ഊബർ തന്നെ പോവുള്ളൂ. അപ്പോൾ ഏതായാലും പിന്നെ കുറേ നേരമാണ് നിൽക്കുമ്പോൾ എന്തോ ഒരു ചടപ്പ്. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടാണല്ലോ പോയത്. ക്യാൻസൽ ചെയ്തിട്ടല്ല, നമ്മൾ പോയില്ലല്ലോ, കസ്റ്റമറോട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞാൽ. അപ്പോൾ ഇനി എന്താ അവസ്ഥ എന്നറിയില്ല. ബ്ലോക്ക് ഉള്ള സമയത്ത് ഊബർ ഓടാത്തതുകൊണ്ട് ഊബർ തെറ്റിയോന്ന് അറിയില്ല. നോക്കി നോക്കാം. നമുക്ക് ആംബിയൻസിൻ്റെ അവിടെ വരെ വേണം. ഇവിടെയൊക്കെ വണ്ടികളുണ്ട്. ഇവിടെ എന്നും ഉണ്ടായാലുണ്ട്. എന്തായാലും ഈ ഒരു വരിയിൽ കുറേ വണ്ടികൾ നിർത്തി വെച്ചിട്ടുണ്ട്. പോരുന്ന വഴിക്ക് ഇൻഫോ പാർക്കിൻ്റെ കൂടെ ഒക്കെ കുറേ ടാക്സികൾ സൈഡാക്കിയിട്ടുണ്ട്. ബ്ലോക്കായിട്ട് നമ്മളെപ്പോലെ നിർത്തി വെച്ചതാണോ എന്നറിയില്ല. ഏതായാലും ആംബിയൻസിൽ പോയിട്ട് ചായ കുടിക്കാം. നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു ഇർഷാദ്. പിക്കപ്പ് കുറച്ചേ ഉള്ളൂ, 2 മണിയായിട്ട്. ഒന്ന് ഫസ്റ്റ് ഊബറിൽ ട്രിപ്പ് അടിച്ചപ്പോൾ ഇവിടുന്ന് ആംബിയൻസിൽ നിന്ന് ഒരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. ഇനി ഫസ്റ്റ് ട്രിപ്പ് എടുക്കട്ടെ, വൈറ്റിലേക്കാണ്. അങ്ങനെ നമ്മൾ ഊബറത്തെ ഫസ്റ്റ് കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ടോ. വൈറ്റില ഹബിലേക്കായിരുന്നു. 161 രൂപയാണ് നമുക്ക് കിട്ടിയത്. പേയ്മെൻറ്റ് ചെയ്തത് 153 രൂപയാണ്. അത് അവർക്ക് ഓഫർ ഉണ്ട് എന്നാണ് തോന്നണേ. അതായിരിക്കും 161 രൂപ. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഊബർ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ കസ്റ്റമർ. അപ്പോൾ ഇനി നമുക്ക് അതിലെങ്ങനെ പോയിട്ട് തൈക്കുളം ഭാഗത്തേക്ക് പോവാം. സമയം 2:26 അതിൻ്റെ ഒരു ക്ലൈമറ്റേ അല്ല, നല്ല മഴക്കാറ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. മഴ ഇടക്ക് പെയ്യും, ഇടക്ക് പെയ്യൂല, മഴക്കാറുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ വണ്ടി ഇടുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി, ഫൈൻ കിട്ടും. പിന്നെ ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡ് കുഴപ്പമില്ലെന്ന് എനിക്കറിയില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തായാലും നിർത്തിയാൽ ഫൈൻ ഇടും. നാളെ ഫൈൻ ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. വരിയോനെ ഫൈനിട്ട് വരികയായിരുന്നു. അപ്പം ഞാൻ കണ്ടു ബൈക്കിൽ പോലീസുകാരും വരുന്ന കണ്ടോ. ഇവിടെ ബോർഡ് ഉണ്ട്, അത് കീറി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഫോട്ടോ ചീക്കാട്ടോ ട്രിപ്പ്. എനിക്ക് തോന്നുന്നത് ലെഫ്റ്റ് സൈഡ് മാത്രമായിരിക്കും നോ പാർക്കിംഗ്, എന്താ അറിയില്ല. നാളെ പോലീസ് ഫൈൻ ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആളെ വേഗം കണ്ടുകൊണ്ട് വേഗം വണ്ടി എടുത്ത് പോയി. അന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ നമ്മളെ വൈറ്റില ഹബ്ബിൽ തന്നെയാണ് പിക്കപ്പ് ഉള്ളത്. വർമ്മ നമ്മളെ അടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വാട്ടർ മെട്രോൻ്റെ ഈ ഭാഗത്തായിരിക്കും. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, വാട്ടർ മെട്രോന്റെ സൈഡിലാണോ? വാട്ടർ മെട്രോ వాటర్ మీటర్. ഓക്കെ. അപ്പോൾ അത് ഇവിടുന്ന് ഈ കാറിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് വാട്ടർ മെട്രോ ഉള്ളത്. സാധാരണ പിക്കപ്പും ഡ്രോപ്പൊക്കെ നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്താണ് ഉണ്ടാവല്. ഞാനിതിൽ ഹെഡ് കണ്ടു, അതുകൊണ്ട് വിളിച്ചു നോക്കിയ ഭാഗ്യം. വാട്ടർ മെട്രോ ആ കാണുന്ന ബിൽഡിംഗ് ആട്ടോ വാട്ടർ മെട്രോ. നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല, ബസ് വന്നു കഴിഞ്ഞാൽ പണിയാവും. നമുക്ക് ഏകദേശം ഇവിടെ എത്തിയിട്ട് ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ചിലപ്പോൾ ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നതുകൊണ്ട് അവിടെ കുറച്ച് ഫാമിലി കാണുന്നുണ്ട്, അതായിരിക്കും എനിക്ക് തോന്നി. അതന്നെ ആയിരിക്കും. അപ്പോൾ ആളവിടെ ഞാൻ എത്ര കോൾ ചെയ്തിട്ടും ആളവിടെ ഫോട്ടോ എടുത്ത് നിൽക്കുക. അവിടെ ഫാമിലി ഉണ്ട്, ആളെ വൈഫും ആളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെന്നോ നമുക്ക് അവിടേക്ക് എൻട്രി ഇല്ല. അപ്പോൾ ആളിങ്ങോട്ട് നടന്ന് വരുന്നുണ്ട്. നമ്മളെ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ 3:25 സമയം. അത് ക്ലോസ് ചെയ്തോടെ നമുക്ക് അടുത്തൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു, 114 രൂപയുടെ.
അത് 109.92 109 ഇട്ടത് ആള്. പിന്നെ ഇവരുണ്ടല്ലോ നമുക്ക് ആ വൈറ്റിൽ നിന്ന് കിട്ടിയ ആൾക്കാര്, അവര് കുറച്ച് ഹിന്ദിക്കാരാണ്. കുറച്ച് എങ്ങനെയൊക്കെ സംസാരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് റംബുട്ടാൻ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിർത്തി കൊടുത്തിരുന്നു. അപ്പൊ എനിക്കൊന്ന് തന്നിട്ടുണ്ട് റംബുട്ടാന്. എന്നിട്ട് നമ്മള് ഇപ്പൊ പിക്ക് ചെയ്തതുണ്ടല്ലോ, അത് ഒരു മുസ്ലിം ഫാമിലിയാണ്. അപ്പൊ അവര് ചെറിയ കുട്ടിന്റെ സുന്നത്ത് കഴിച്ചു കൊണ്ടുവരാണ്. ചെക്കൻ പെരും നൊലോളി. അപ്പൊ ഞാൻ ആ ചെക്കന് ഇത് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഞാന് മറ്റേ വണ്ടി നിർത്തിയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവരെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയപ്പോ, വീട്ടിലെത്തിയപ്പോ അവരെ സ്വീകരിക്കാൻ കുറെ ആൾക്കാരുണ്ട്, വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും. അപ്പൊ പിന്നെ എനിക്കിത് കൊടുക്കാൻ പറ്റിയില്ല. ഏതായാലും ആള് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഊബറിന് ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നീട് നമുക്ക് ട്രിപ്പ് അടിക്കണത് കേട്ടോ. 4:22 സമയം 2 മാച്ച് വന്നില്ല, നമുക്ക് കിട്ടിയില്ല. അപ്പൊ ഇവിടെ ഉള്ളത് തോപ്പുംപടി ജംഗ്ഷന്റെ ഏകദേശം അടുത്താണ്. മറ്റു സ്ഥലത്ത് നിന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് നീങ്ങി പോകുന്നു, ട്രിപ്പ് അടിച്ചില്ല. ഇനിയിപ്പോ ഏതായാലും 4:30 സമയമായിട്ടുണ്ട്. റൂമിൽ പോവാണ്. ബാവ ഔറോറ കൊല്ലംകുടി മുകളാണ്. ഇന്നലെ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റിയില്ല, എററായി. കാരണം ബ്ലോക്ക് ട്രിപ്പ് വണ്ടികളില്ലാത്തതുകൊണ്ട് ഇന്നിപ്പോ കുഴപ്പമില്ല. രാവിലെയൊക്കെ നല്ല ഓട്ടം ഉണ്ടായിരുന്നു. ഇതെവിടെ കാക്കനാട് ഭാഗത്ത് ഇപ്പോഴും സർജ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇൻഫോ പാർക്കിന്റെ വീണ്ടും ആ ഓട്ടം തുടങ്ങിയിട്ടുണ്ടാവും. രാവിലെ പോയവരൊക്കെ തിരിച്ചു പോയായിരിക്കും. ഏതായാലും നമുക്ക് ഇവിടെ ട്രിപ്പ് ഇല്ല, തോപ്പുംപടിയിൽ ട്രിപ്പ് ഇല്ല. യാത്രി റാപ്പിഡോ എല്ലാം ഓണാക്കിയിട്ടുണ്ട്, ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളെ ബാബാറോറക്ക് ഇവിടുന്ന് എന്തായാലും ഏകദേശം ഒരു മണിക്കൂർ 59 മിനിറ്റ്, ഒരു മണിക്കൂർ കറക്റ്റാ. 21 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എന്തായാലും ആ പോണ വഴിക്ക് നമുക്ക് എന്തായാലും ട്രിപ്പ് അടിക്കും. ഫുള്ള് കാലി പോകൂല, അതിന് മുമ്പ് എന്തായാലും ട്രിപ്പ് അടിക്കും. 21 കിലോമീറ്റർ 59 മിനിറ്റ്, ഒരു മണിക്കൂർ. 5:30 സമയമാകുമ്പോൾ നമ്മൾ അവിടെ എത്തിപ്പോ 4:30. അപ്പൊ ഏതായാലും വണ്ടി എടുത്ത് പോട്ടെ. അപ്പൊ നമുക്ക് യാത്രയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 120 രൂപ ഉള്ളൂ. 2.40 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. ഡ്രോപ്പ് 1.8 ഉള്ളൂ. പിന്നെ 120 രൂപ. പിന്നെ വലിയ ലാഭമൊന്നുമില്ല, ഒരു 20 രൂപ വെച്ചിട്ടൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ തോപ്പുംപടിക്ക് തന്നെയാണ് ഡ്രോപ്പ് ഉള്ളത്, അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. 100 രൂപ 100 രൂപ അവിടെ കിട്ടിയ അതേലായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകും. അപ്പൊ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ടോ. ആ കസ്റ്റമറെ മെസ്സേജ് അയച്ചിക്കാണ്. ആദ്യം അറിയൂ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട്, അപ്പൊ ഞാൻ യെസ് എന്നിട്ട് അർജന്റ് കം സൂൺ. നമ്മളിപ്പോ എന്താ ചെയ്യാ, ഇവിടുത്തെ ട്രാഫിക്കിലൊക്കെ നമ്മൾ എന്താ ചെയ്യാ? അത് ഈ ഒരു സമയം 4:30 സമയത്തൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും, അവരിവിടെ ഉള്ളതല്ലേ. നമുക്ക് എന്തായാലും ഇപ്പൊ പാറാൻ കഴിയൂല. പാറാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് പോവായിരുന്നു. അപ്പോ ഇതില് കാണിക്കുന്ന സമയത്തിനെ നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഇപ്പൊ ക്യാൻസൽ ചെയ്ത പ്രശ്നമാണ്. ഈ യാത്രയിൽ നമുക്ക് വലിയ പൈസ കിട്ടൂല. റാപ്പിഡോ ഓക്കെയാണ്, നമുക്ക് ബ്ലോക്ക് കടന്നാലും പൈസ കിട്ടും. അതേപോലെ അവർ ക്യാൻസൽ ചെയ്താലും നമുക്ക് പൈസ കിട്ടും. അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. യാത്രയിൽ നിന്ന് എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. ക്യാൻസൽ ചെയ്യാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഇപ്പോ ആ തിരക്കിന്റെ ഇടയിലൊക്കെ യൂട്ടേൺ എടുത്തിട്ടാണ് ഇപ്പൊ വരുന്നത്. അപ്പോ നല്ല വ്യക്തി ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ആകെ 1 കിലോമീറ്റർ കൂടി ഉള്ളൂ പിക്കപ്പിന്. ആള് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമ്മളേതായാലും വണ്ടി വീണ്ടും ഓടിച്ചിട്ടുണ്ട്. ഇപ്പൊ തോപ്പുംപടി എത്താനായിട്ടുണ്ട്. നമ്മൾ ആ തോപ്പുംപടി ബ്ലോക്കിന്റെ അടിയിൽ നിന്നൊക്കെ യൂട്ടൺ അടിച്ച് വന്ന് ഇത്രയും എത്തി. 1 കിലോമീറ്റർ കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിന് ആള് ക്യാൻസൽ ചെയ്ത് ഇത്രയും മെസ്സേജ് അയച്ചാണ്ട് അതിന് ഏതായാലും പോട്ടെ. അപ്പൊ ഞാൻ ഊബർ ഒന്നുകൂടി ഓൺ ആക്കിയിട്ടുണ്ട്, ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു 190 റുപ്യാൻ്റെ ട്രിപ്പ് അടിച്ചു പനമ്പള്ളിക്ക്. മാച്ചാണ് അടിച്ചത്, അത് കിട്ടിയില്ല. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് നോക്കട്ടെ. ഇന്നിപ്പോ നമ്മള് ആകെ 1500 1600 എന്തോ ഓടിയിട്ടുള്ളൂ. പക്ഷെ ഒരു കിലോമീറ്റർ ഉണ്ടോ 53 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ലാഭമുണ്ട്. കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഓക്കെയാണ്, ലാഭമുണ്ട്. കാരണം 200 കിലോമീറ്റർ 190 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴേ 3000 രൂപ ആവുള്ളൂ. ഇതിപ്പോ 100 പോലും ആയിട്ടില്ലല്ലോ. അപ്പൊ ഇതിനൊരു 1500 ഏകദേശം ആയിട്ടുണ്ടോന്നു എല്ലാതും പാടെ കൂടിയിട്ട്. അപ്പോ ഇന്നത്തെ പരിപാടി നിർത്തുകയാണ്. ഇന്നിപ്പോ ഇനി ഒരു 4 കട്ട CNG ഉണ്ട്. ഒരു കട്ട പോയിട്ട് ഒരു 3 കട്ടയിൽ വീട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഓക്കെ. നാളെ ഒരു 2 ട്രിപ്പും കൂടി ഓടിയതിനു ശേഷം നമുക്ക് CNG അടിച്ചാൽ മതി. ഇല്ല ഞാൻ അവിടെ എത്തുമ്പോൾ 2 കട്ട അപ്പോൾ അവിടെ എത്തുമ്പോൾ എത്തണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അതിൽ വീണ്ടും നാളേക്കൊക്കെ ഓടാം. ഇന്ന് പഠിച്ചിട്ട് അവിടെ കൊണ്ടുപോയി നടക്കൂല. കാരണം ഇന്ന് ഓടിയ പൈസ അങ്ങനെ പോകും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു കട്ട ഇതിന്ന് പോവുള്ളൂ എന്ന് വിചാരിക്കുക. അവിടെ എത്തുമ്പോൾ കാണാം. ഇപ്പോൾ ഒരു 255 രൂപയുടെ പാലാരിവട്ടം യാത്രയിൽ അടിച്ചിട്ടോ, കിട്ടിയില്ല. പെട്ടെന്ന് പോയി. ഞാൻ പെട്ടെന്ന് ആലോചിച്ചെടുത്തതിനെ. കാരണം ഫോർട്ട് കൊച്ചി ഭാഗത്തേക്കൊക്കെ കിട്ടിയാൽ എനിക്ക് പോകാൻ വലിയ മൂഡില്ല. അപ്പോൾ നോക്കിയപ്പോൾ തന്നെ സാധനം പോയി. അപ്പോൾ നമുക്ക് ഊബറിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 266 രൂപയുടെ എടപ്പള്ളിക്കാണ്.
അപ്പോൾ ഈ പാലം കഴിഞ്ഞിട്ട് റൈറ്റിക്ക്, അതായത് തേവരെന്ന റൈറ്റിക്കാണ് പിക്കപ്പ് പോയിന്റ് ഉള്ളത്. അതിന് മുമ്പ് 2 മാച്ച് അടിച്ചോട്ടെ, 2ഉം കിട്ടിയില്ല. 2 സൗത്തിക്കാണ് വന്നത്. അതിൽ 1 മാത്രമേ ഞാൻ എടുത്തതുള്ളൂ, അത് കിട്ടിയില്ല. ബാക്കി 1 ഞാൻ എടുത്തിട്ടില്ല. അത് ഒക്കെ ബാക്കിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ബാക്ക് പറയുമ്പോൾ തോപ്പുംപടിയിൽ നിന്നൊക്കെയാണ് പിക്കപ്പ് വരിക. അപ്പോൾ 3 കിലോമീറ്ററൊക്കെയാണ് പിക്കപ്പ്. ഇതിപ്പോൾ ഏതായാലും കുഴപ്പമില്ലാത്തൊരു കിട്ടിയിട്ടുണ്ട്. 266 രൂപയുടെ 38, 39, 40 മിനിറ്റൊക്കെ കാണിച്ച്. അത് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴും 59 മിനിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു റൂമിലേക്ക്. കാല് പോണില്ലാറെ നല്ലതല്ലേ, 260 രൂപയും ഇവിടെ കിട്ടിയാൽ. അതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ഊബർ ക്ലോസ് ചെയ്യും. കാരണം പിന്നെ നമ്മളെ റൂമിൻ്റെ അടുത്തേക്കുള്ള ട്രിപ്പും ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യട്ടെ. നമ്മളെ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടോ. 950 രൂപക്കാണ് ഊബറിൽ ഓടിയത്. 6:23 ആയിട്ടുണ്ട് സമയം. 5 ട്രിപ്പ്. പിന്നെ റാപ്പിഡോയിൽ ഓടിയുണ്ട്. യാത്രയിൽ 1 ട്രിപ്പ് ഓടിയുണ്ട്. നമ്മൾ ഇപ്പോൾ ഏകദേശം റൂമിൻ്റെ അവിടെയാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ കുറച്ച് അപ്പുറത്ത് നമ്മളെ റൂമാണ്. ഞാനിപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോവാണ്. ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മറ്റേ ട്രിപ്പ് നമ്മളെ ശരവണ ഭവൻ്റെ അടുക്കായിരുന്നു, എടപ്പള്ളിയിലുള്ള. അപ്പോൾ അതിൻ്റെ മുമ്പേ ആദ്യം ഒരു ട്രിപ്പ് അടിച്ചു, അത് ക്യാൻസലായി. പിന്നീട് ഒരു ട്രിപ്പും പാടെ അടിച്ചു. അത് നമ്മളെ കറക്റ്റ് മുണ്ടമ്പാലത്തേക്കായിരുന്നു ഒരു ചേട്ടന്. അപ്പോൾ ആ ചേട്ടനിങ്ങനെ സംസാരിച്ചൊക്കെ പോന്ന് മറ്റേ ആള് ഇരട്ടയ്ക്ക് ഓടാണ്. ഒരു വാഗനറും ഉണ്ട്, അത് വേറൊരാൾക്ക് ഓടാൻ കൊടുത്തേക്കാണ്. പിന്നെ ഇരട്ടയ്ക്കുമേ ആൾ ഓടല്. അപ്പോൾ അങ്ങനെ കുറേ സംസാരിച്ചൊക്കെ പോന്ന് 170 രൂപയായിരുന്നു. 30 രൂപ ടിപ്പ് വന്നിട്ടുണ്ട്. ഒരു ഡ്രൈവർ മറ്റു ഡ്രൈവറിന് ടിപ്പ്. മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ ടിപ്പും തരൂല, ഒന്നും തരൂല. ഈ ഡ്രൈവറിന് അറിയാം നമ്മളെ കഷ്ടപ്പാട് എത്രയെന്ന്. അപ്പോൾ ഞാനും നാളെ ഇതേപോലെ നമ്മളെ തുതിയൂര് പണ്ടത്തെ റൂമായപ്പോൾ ഊബർ ബുക്ക് ചെയ്ത് പോയപ്പോൾ ടിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓട്ടോക്കാർ ഭയങ്കര സംഭവങ്ങളാണ്. ചിലവരിട്ടോ, എല്ലാവരും ഒന്നും പറയുന്നില്ല. അന്ന് ഞാൻ തുതിയൂര് റൂമിലായപ്പോൾ തന്നെ ഞാൻ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് റൂമിലേക്ക് പോകുന്നത്. അപ്പം മറ്റേ കാർണിങ്ങാട്ടിന് കുറച്ച് കുറവാണല്ലോ എഴുതിയിട്ടാണ് ഓട്ടോ എടുത്തത്. ഇവിടെ എത്തിയപ്പോൾ ഒരു 300 മീറ്റർ റൂമിലേക്ക് പോകാണ്ട്. നമ്മളോടൊക്കെ ചിലപ്പോൾ കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശമൊക്കെ കുറച്ചും കൂടി ആക്കി കൊടുക്കും, കാറിൽ വരെ. അന്ന് ആ ഓട്ടോറിക്ഷയിൽ നിന്നിട്ടൊരു 300 മീറ്റർ പോയിന് 50 രൂപ കൂട്ടിയതാണ്. ആകെ 300 മീറ്റർ പോയിന്. അപ്പോൾ ഓട്ടോക്കാർ ചിലവരൊക്കെ ഭയങ്കര അറിവാണ്, അറുത്തിടും. ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ സമയം ഇപ്പോൾ 6:25 ആയിട്ടുണ്ട്. ഇനി ഒരു ക്വാർട്ടർ മന്തിയും വാങ്ങിയിട്ട് നേരെ റൂമിൽ പോട്ടെ. റൂമിൽ പോയിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് കഴിക്കണം. ഇരുട്ടാവണതിന് മുമ്പ് കഴിക്കണം. ഇരുട്ടാവാൻ തുടങ്ങി. ഇവിടെ ഒരു പാതിരാക്കോഴി ഉണ്ട്, അവിടെ നിന്ന് ഒരു മന്തിയും വാങ്ങിയിട്ട്. അല്ലെങ്കിൽ അവിടെ ഒരു ഷബ ഉണ്ട്, അൽഷബ. അത് നമ്മളെ ഭാരത് മാതാ കോളേജിൻ്റെ അവിടെയാണ്. അവിടെ പോയി വരുമ്പോഴത്തേന് കുറച്ച് സമയമാവും. ഇവിടുന്ന് തന്നെ വണ്ടി നീങ്ങണില്ല ഈ വള്ളത്തോൾ ജംഗ്ഷനിൽ. അപ്പോൾ ഇവിടെ താഴത്തൊരു പാതിരാക്കോഴി ഉണ്ട്, അവിടെ നിന്നൊരു കുഴിമന്തിയും വാങ്ങിയിട്ട് ക്വാർട്ടർ മന്തിയും വാങ്ങിയിട്ട് നേരെ റൂമിൽ പോവുക. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ കാണാം.